Audience. തക്കടു ഉറക്കം വന്നാൽ ഇപ്പോൾ ഇവിടെ ഉറങ്ങും മോനെ. മതി, ഇനി ബാക്കി നാളെ എന്ന് പഠിക്കാം. അമ്മ വഴക്ക് പറയും. അമ്മ ഒന്നും പറയില്ല, ഞാനല്ലേ പറഞ്ഞു. ഇങ്ങനെ ഉറങ്ങി പഠിച്ചാൽ ഈ പഠിക്കണം എന്താണെന്ന് അറിയണ്ടേ? എന്താ അവൻ ഉറങ്ങണാ? അതോ കൊച്ചിന് ഉറക്കം വേണം, അത് കിടന്ന് ഉറങ്ങട്ടെ. മോനെ ഇത് എഴുതി കാണിക്കണം, നാളെ സ്കൂളിൽ എഴുതി കൊണ്ടുപോകേണ്ടതാ. രാവിലെ എഴുന്നേക്കോ? അമ്മ വിളിക്കുമ്പോ എഴുന്നേക്കോ? ഇങ്ങോട്ട് നോക്കടാ, എഴുന്നേക്കോ? അപ്പൊ എഴുന്നേക്കൂടി എഴുന്നേക്കൂല്ലോ ക്ലീറ്റോ. വിളിച്ച് വിളിച്ച് എന്റെ പാട് വരും. അവൻ കളക്ടറിനല്ലേ പോയി കിടക്ക്. പോയി കിടന്നു നോക്കളെ. ശൂശ് വെച്ചിട്ട് കിടക്കണം കേട്ടാ. ഇത് ഓർത്ത് അവിടെ ഇട്ടാരാ. അവനെ പോട്ടെ അങ്ങോട്ട്. കഴിക്കാൻ എടുക്കണം. ഇതിവിടെ വീട്ടിൽ വന്നാലും സ്വസ്ഥത തരൂല കുറേ. ഓ എന്താ പുരുഷു, എൻ്റെ പുരുഷു ഞാനത് പിന്നെ ഒരു സൗകര്യത്തിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ? എടാ ഞാനിപ്പോൾ ഒന്ന് വീട്ടിൽ വന്ന് കയറിയേ ഉള്ളൂ. നേരം വിളക്കുന്നതിൽ എനിക്ക് നല്ല പണിയായിരുന്നു. നിങ്ങളെ കണ്ടാണല്ലോ. നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്തത്. ഉച്ചയ്ക്ക് പോലും ഞാൻ കഴിക്കാതെയാണ് അതെല്ലാം ചെയ്തത്. എടാ നീ ഒന്ന് ഫോണ് കഴി സ്വസ്ഥതരാ. ഇങ്ങനെയും കുറേ എണ്ണം ഒരു ഗുണമില്ലാത്തയാണ് പാർട്ടിയിൽ എല്ലാം. അവന് സംശയം വന്നു, അപ്പുക്കുട്ട സാറാണോ പാർട്ടിയാണോ ആദ്യം ഉണ്ടായത്. ആ സംശയം എല്ലാവർക്കും ഉണ്ട്. ആണോ? DDT എന്ന് പറഞ്ഞൊരു പേപ്പറിൽ അപ്പുക്കുട്ട സാറിന് പെറ്റിട്ട് അങ്ങനെയാണ് ഉണ്ടായത്. രണ്ടും ഒരുമിച്ചായിരുന്നു. കഴിക്ക്. മീനില്ലേ? മീൻ മേടിക്കാനായിട്ട് മീൻകാരൻ വന്നില്ലല്ലോ. അതുകൊണ്ട് മീൻ വാങ്ങിച്ചില്ലേ? പിന്നെ ഞാനവിടെ പോയി മീൻ മേടിക്കും. എന്തോന്ന് തങ്കം ഇത്. മനുഷ്യ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഒരു കാലി ചായയും കുടിച്ച് ഇവിടെ വന്നിട്ട് വല്ലതും കഴിക്കണം, മീനും കൂട്ടി കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മീൻ ഇപ്പൊ സാമ്പാർ കൂട്ടി കഴിച്ചാൽ എന്താ കുഴപ്പം? നീ അലിയിലത് മീൻ വാങ്ങിക്കാത്തത്? അലി വന്നാലല്ലേ അലിയുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് അലീനെ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അലി ആണെങ്കിൽ മീൻ കടം തരും. അതെങ്ങനെയാ? കടം കൊടുക്കാനുള്ള കൂടി അയാൾ ഇപ്പൊ ഈ വഴി വന്നില്ല. പുറത്ത് മേടിക്കണമെങ്കിൽ എൻ്റെ പൈസ കൊണ്ട് തരണം. എന്തിതൊന്ന് ഇതൊന്നും ഇല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയണ്ടേ? ഇതൊന്നും നിങ്ങൾ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോ എന്തോ കഴിച്ചെന്ന് ചോദിച്ച് വിളിക്കാറുണ്ടല്ലോ. ഇന്ന് വിളിക്കാൻ അത്രയും തിരക്കായിരുന്നു. ഓരോ കാര്യങ്ങൾ ഓരോ എനിക്ക് വേണ്ട. എനിക്ക് മീനില്ലാതെ കഴിക്കാൻ പറ്റില്ല. ഉണക്കമീൻ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഉണക്കമീൻ ഉണ്ടെങ്കിൽ വറുക്കൂല്ലേ ക്ലീറ്റോ? തങ്ക ഈ കാമ്പാറും കൂട്ടി എങ്ങനെ മനുഷ്യൻ തിന്നണത്? മുട്ട പൊരിച്ചേരട്ടെന്നാ? എനിക്ക് മുട്ട വേണ്ട. ചമ്മന്തി അരച്ചാല? നീ ചുമ്മാ ഇരുന്നേ. ഇതിപ്പോ നിങ്ങളുടെ തൊണ്ടക്കുഴിക്കൂടി ഇറങ്ങുമല്ലോ. അത് വലിയ പാടാണല്ലോ. ഇപ്പൊ ഇച്ചിരി മീനും കൂട്ടി കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവിടെ അവളെ ഉണ്ടോ? ലില്ലിയിലെ മീനിന്റെ വല്ലതും കാണും? ലില്ലി രാവിലെ മീൻ പിടിക്കാൻ പോയിട്ട് ഒരു വല മീനുമായിട്ട് വന്നിട്ടുണ്ടായി. അല്ലാതെ പിന്നെ നിങ്ങളോട് ഞങ്ങളൊക്കെ ഇതല്ലേ കഴിച്ചത്. നിങ്ങൾ കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഞാനത് കഴിക്കണോ? ഞാൻ രാവിലെ മുതൽ അലഞ്ഞ് ഓരോ ആവശ്യങ്ങൾക്ക് നടന്ന് തെണ്ടി തിരിഞ്ഞ് മനുഷ്യൻ കഷ്ടപ്പെട്ട് വരണാണ്. ഇത്തിരി മീൻകറിയും ചോറും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തുപോയി കഴിച്ചോളാം. എന്നാ പിന്നെ നിങ്ങൾ മീൻ മേടിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ വെട്ടി കറി വെച്ച് തരാം. പിന്നെ ഇനി ഞാൻ ഈ പാതിരാത്രി മീൻ വാങ്ങിക്കാൻ നടക്കയില്ലേ. ഏലേലം തോണിയിൽ വന്നൊരു വർക്ക്ഷോപ്പിന്റെ അവിടെ ഒരു പുതിയ ഫിഷ് ഹബ് തുടങ്ങി. എത്ര കൊടുക്കണത് പറ. ഇത് ഒരു 10,000 രൂപ വരും. പറയൂ, അവിടുത്തെ റേറ്റ് പറയും. പിടിപാടൊക്കെ വെച്ചിട്ട് സംസാരിച്ച് നീ അവനെ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു 650-700 രൂപ. അല്ല, 300 രൂപ. പിന്നെ ബാക്കി നാളെ കൊടുക്കാന്ന് പറഞ്ഞു. എങ്ങുമല്ല. പിന്നെ ഈ മീൻ കച്ചവടക്കാർ കട ഒതുക്കാൻ നേരം കിട്ടിയ വിലക്ക് തീർക്കുന്നൊരു പരിപാടിയുണ്ട്. 5 മണിക്ക് വർക്ക്ഷോപ്പ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന് 500 പറഞ്ഞ് 300 രൂപ. നല്ല പച്ചപ്പടക്കുന്ന ചൂട്. എന്തിനിട്ട് ഇത്രയും വലുത് മേടിച്ച? ഫ്രിഡ്ജിൽ പോലും കയറൂല ഇത് പണ്ടാരം. ഫ്രിഡ്ജ് വെക്കാനല്ല, ഇത് ഇപ്പൊ തന്നെ വറുത്തരച്ച് കറി വെക്കണം, കുറച്ച് വറക്കണം. ഇതിനെ ഫ്രിഡ്ജ് വെച്ചിട്ട് അതിനെ നിങ്ങൾ മറ്റേ ഡെഡ് ബോഡി ആയിട്ട് പിന്നെ തിന്നിട്ട് കാര്യമല്ലേ? ഇത് ചൂടോടെ ഇപ്പൊ റെഡിയാക്കിയാൽ കൊള്ളാം. ഇപ്പോഴോ? പിന്നെ അല്ലാതെ ഈ ഉണക്ക ചാമ്പാറും കൂട്ടി മനുഷ്യൻ എങ്ങനെ തിന്നു പറഞ്ഞിരിക്കും? ഒരു സാമ്പാർ വല്ലേ ഉള്ളു. പിന്നെ ഈ രാത്രി ഞാനിപ്പോ മേലൊക്കെ കഴുകി നൈറ്റിയൊക്കെ മാറിയതാ. വേറെ പണി നോക്കും. എന്തൊരു വർത്താനം വെച്ചപ്പോ ഞാൻ പിന്നെ നീ എന്നടി വലിയ വായിൽ പറഞ്ഞത് പോയി വാങ്ങിച്ചോണ്ട് വന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ അതിപ്പോ നമ്മളൊരു താളത്തിൽ പറയണതാ. ഇപ്പൊ തന്നെ വെക്കാൻ വേണ്ടിട്ടാണോ അത്? താളത്തിൽ തന്നല്ലേ വന്നത്. ഇത് എനിക്ക് പറ്റൂല.
ഇങ്ങനെയൊക്കെ ഈ രാത്രിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെട്ടി കഴുകിതാക്കി കൊണ്ടുവരണം അന്നം. പിന്നെ രാത്രി ഇനി അവന്മാർ കട അടയ്ക്കുമ്പോൾ വെട്ടി അങ്ങനെ കൊടുക്കില്ല, തരത്തില്ല. വില കുറച്ച് തന്നില്ലേ? അച്ഛമ്മ തർക്കം വേണ്ട, ഞാൻ ഇതുകൊണ്ട് കളയാം. കാര്യം തീർന്നു. 300 രൂപ വെച്ചാൽ മതിയല്ലോ. വേണ്ട, ലില്ലിനോട് പറ. എന്നാലും നിനക്ക് വെക്കാൻ വയ്യ അല്ലേ തങ്കം? ഓ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. പിന്നെ എനിക്കാണ് വിശക്കണത്, അല്ല അവനല്ല. ഞാൻ പിന്നെ നിന്റെ അടുത്തല്ല, ഞാൻ അവളോട് പറയണോ? ഞാൻ എന്തോ ചെയ്യണം? കൊണ്ടുവന്നു. അല്ല, കൊണ്ട് കളയരുത്. വിട്. വലിയ വായിലവള് പറഞ്ഞു മീന് കിട്ടിയെങ്കിൽ ഇപ്പൊ ഞാനങ്ങ് മലത്തി കളഞ്ഞാണ്, കിട്ടിയപ്പോ ആക്കോ വയ്യ. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ എനിക്ക് ആ കുഴപ്പമില്ല. കണ്ട എന്നാലും അവളെ കൊണ്ടുപോവാണ്. ഇനി ആ പെണ്ണിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തേ. മീൻ മേടിച്ചത് അനുഗ്രഹമായില്ലേ? ഡേയ്, എന്ത് ഇത് നീ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ? അതിന് വർത്താനോ ചപ്പി? മറ്റേ അമോണിയൊക്കെ ചേർത്തതിന്റെ പേരിൽ ഇന്ന് റെയ്ഡ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കൊന്നും എല്ലാം ഫ്രഷ് ഫിഷ്, ഫ്രഷ് പച്ച മീൻ തന്നെ അമ്മ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മണി വിടും. അത് എഴുതണ എല്ലാവരും എഴുതും പച്ചയെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വരുമോ? അങ്ങനെയാണാ? അല്ലല്ലേ, അമ്മണി ഉണ്ടെങ്കിലും ചൂടാകുമ്പോ അതൊക്കെ അലിഞ്ഞു പോകുമല്ലോ. ആരെങ്കിലും ഒരാൾ മക്കളല്ലേ മക്കള് അടുത്ത ചോദ്യം മക്കള്. ഒരു സായിപ്പ് ഒരു ചായ കട കയറി. എന്നിട്ട് ആ കടയിലുള്ള ആളോട് ചോദിച്ച്, ആളോട് പറഞ്ഞ് ഐ നീഡ് 44 ബനാനസ്. അന്നേരം ഈ ചായക്കടക്കാരൻ കൊണ്ട് കൊടുത്ത് 44 ബനാന. അന്നേരം ഈ സായിപ്പ് ഈ കടക്കാരന്റെ ചെവിക്കുറ്റിക്കിട്ട് ഒറ്റടി കൊടുത്ത്. എന്താ? 44 ബനാന ചോദിച്ചോ? ഈ സായിപ്പ് പറഞ്ഞു ഐ നീഡ് 44 ബനാനാസ്. അന്നേരം ഈ എന്താ ചായക്കടക്കാരൻ കൊണ്ട് കൊടുത്ത്. അപ്പൊ ഈ സായിപ്പ് ആണെങ്കിൽ ഈ ചായക്കടക്കാരൻ ചെവിക്കുറ്റിക്കിട്ട് ഒറ്റടി കൊടുത്തു. അത് ഭയങ്കര മോശമായിപ്പോ. എനിക്കറിഞ്ഞൂടാ എന്തെന്നറിയാമോ ഈ സായിപ്പ് ഇത് ശരിക്കും നടന്നല്ലെന്ന് ചോദ്യം. കുസ്തി. അതെനിക്കറിയാം. അതെന്തെന്നറിയാം ആൻസർ. ആ സായിപ്പ് ചോദിച്ചത് 44 ബനാനാസ്. അതല്ല 44 ബനാനാസ്. അത് മതി. എന്തോ അപ്പൊ എന്തുവാ ചെവിക്കുട്ടി കളിച്ച്? അത് മോശമല്ലേ? 4 ടീയും 4 ബനാനാസ് വേണമെന്നല്ലേ? അതിനെന്ത്? അത് 44 ബനാനാസ്. കുഴപ്പമില്ല. കൊള്ളാം. ഓ, മഴ അങ്ങോട്ട് മാറിയപ്പോ എന്തൊരു ചൂടാണല്ലേ ഏട്ടാ. കുളിച്ചാ നീ? ഓ, മേല് കേട്ടോ, അത് മാറുന്നില്ല ചൂട്. അയ്യോ, അത് മഴയെ മാറി നിൽക്കുമ്പോഴുള്ള കുഴപ്പമാണ്. മക്കളൊക്കെ കുളിച്ചായിരുന്നാ? പഠിക്കാനുള്ളൊക്കെ പഠിച്ചാ? പിന്നെ പഠിച്ച് ഓടിയിടുന്നു. എന്തോ വന്നേ. എന്തോടി കാണിക്കുന്നത്? ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, വീട് നിന്റെ അടുത്ത് കൊണ്ടുപോയി. വന്നേ, ഇത് വെട്ടി കഴുകി കറി വെക്ക്. വാ. ഇത് ആര്? ഇത് എന്തായാലും ക്ലീറ്റ അടിക്കൂലേ? റൊണാൾഡ് കട അടച്ചപ്പോ 300 രൂപയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞ് വന്നേക്കുന്നു. ഇപ്പൊ തന്നെ കറി വെച്ച് തിന്നണം. വാ ലിലി, വാ, ഇന്ന് കറി വെച്ച് കൊടുക്കും. നല്ല ലാഭമാ. ലാഭാണ് ഇപ്പൊ കുഴപ്പം. നീ ഇങ്ങ് വന്നേ. ഞാനെന്തിനാ വന്നിട്ട്? കറി വെക്കാൻ. പിന്നെ ചേച്ചി ഒന്ന് പൊക്കേ. ഇപ്പൊ ഇതിനെ കറി വെക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടുപേര് മുള്ളേല് നിക്കുന്നു. ഇപ്പൊ തന്നെ മീൻകറി ഒരു കറിയില്ലേ അവിടെ? സാമ്പാർ കൂട്ടി തിന്നാൻ പറ്റില്ല. നിന്റെ മുളകടിച്ചു കൊടുക്കുമ്പോ നീ ഇങ്ങ് വാങ്ങോട്ട്. ഞാൻ ഇപ്പൊ മേല് കഴുകിട്ട് ഇങ്ങോട്ട് വന്നതേ. വേണമെങ്കിൽ എന്റെ ആങ്ങളത് എവിടെ മര്യാദക്ക് ഇരിപ്പുണ്ട്. നിന്റെ ആങ്ങളമാർക്കാണ് മീൻ ഇറങ്ങാതെ കഴിക്കാൻ പറ്റൂല. ചേച്ചി, ഞാൻ വെട്ടത്തിരാൻ വേണ കൂടെ വരാം. അയ്യോ, മര്യാദ. ഞാൻ എന്തായാലും ഇല്ലാന്ന് പറഞ്ഞ് വന്നതാണ്. നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണെങ്കിൽ ഞാനും കൂടി കൂടാം. ഇത് എന്തൊരു കഷ്ടമാണ്. എന്ത് കഷ്ടം? അല്ലെങ്കിൽ നിന്റെ ആങ്ങളമാരോട് വന്ന് പറ. എട് എട് ചേച്ചി, ചേച്ചിയുടെ കയ്യിൽ എന്തായാലും മീനായില്ലേ? എട്. ഇനി നിന്റെ കയ്യിലാവും. അല്ലെങ്കിൽ നല്ല മീനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മായി ഉമ്മ ഇരിക്കുമല്ലേ, അമ്മായിനെ വിളിക്ക്. അതല്ലേലും വിളിക്കണം. അങ്ങനെ ഇരുന്ന് ചുമ്മാ. ഞാൻ ഇന്ന് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അത്താഴം ഒന്ന് വന്നേ ചെയ്യണം. വാ. നല്ല മുളക് അരച്ച് വേടി. ആ, വലിയ കാര്യം പറയാനായിട്ട് എന്ത് എളുപ്പമെന്ന് പറഞ്ഞു. നല്ല രീതി കേൾക്കണേ. പേടിച്ചാങ്ങള് പുല്യമേല്. അയ്യോ, ഞാനോട്ടല്ല, ഞാൻ എല്ലാത്തിനെയും പ്രാഗി കൊല്ലും. ഞാൻ ഈ നേരത്ത് ഇങ്ങനത്തെ മീനാണോ ചേച്ചിയല്ലേ സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചത്. ഫ്രിഡ്ജിലോട്ട് കേട്ടണായിരുന്നു. ഇപ്പൊ ഇത് കണ്ടിക്ക്.
ഞാനൊരു കാര്യം പറയട്ടെ, ഈ തല അങ്ങ് മാറ്റി വെക്കാം. വേണ്ട, നമുക്ക് ഈ തലയെടുത്ത് സുൽചേച്ചിക്ക് കൊടുക്കാം. പിന്നെ തലയും കൂടി തലക്കറി വെച്ചിട്ട് കപ്പയും പിടിച്ചാൽ സൂപ്പർ ആയിരിക്കും. ഇന്നാ നാളെ വെറുതെ നാട്ടുകാർക്ക് കൊടുക്കാനല്ലേ കഷ്ടപ്പെടുന്നത്. ഇത്രയും മീനില്ല, നമുക്ക് കുറച്ച് വറക്കാടാ. എല്ലാത്തിനും കൂടെ അരപ്പുണ്ടാക്കാൻ നടക്കുന്ന കാര്യമല്ല. തേങ്ങ അരച്ച് വെക്കാനാണോ ഇനി? തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം. തേങ്ങാപ്പാലൊക്കെ അത് മിക്സിയിലോട്ട് അടിച്ച് നമുക്ക് പിഴിഞ്ഞ് എടുത്താൽ പോരെ. എപ്പ എനിക്കറിയാവാനാ ഞാനത്. പക്ഷെ ഇത് നമ്മള് തേക്കണം. അല്ല, ഇത് തേക്കണ്ട, നമുക്ക് തൊലി പൊളിക്കാം. തൊലി ഇങ്ങനെ മുറിച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാൻ കഴുകാൻ. ഞാൻ എടുത്തോണ്ട് വരാം. അമ്മേ ഡబ్బ എടുത്തിട്ടോ. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ആദ്യം ഒന്ന് കഴുകി മാറ്റട്ടെ. ഇത് നമുക്ക് വറുക്കാൻ വേണ്ടി എടുക്കാം. എന്നാ ഞാൻ അതുകൊണ്ടേ കഴുകാം. വേണ്ട, അവിടെയൊക്കെ മണമാവും. ഇതിലെ നല്ല പീസ് വറക്കാം. ഇതെടുത്ത് ഫ്രിഡ്ജ് നീ വെച്ചു. തേങ്ങ ചേർത്തണേ. ഇത് ഫ്രിഡ്ജിലോട്ട് കയറ്റാണല്ലേ? കവറിലാക്കി വെക്കണേ കുഞ്ഞെ. കാല് മരവിച്ച മൈ വളരെ തന്നെ പിടിക്കരുത്. അനങ്ങാൻ പറ്റില്ല, കൊണ്ട് കളയാം. നടക്കാനും വയ്യ. അത് കഴുകി തുടങ്ങി, ഞാൻ തരാം. ഇതിപ്പോ അമ്മേ ഏത് നേരത്താണ് ഉണ്ട്. എടാ ഈ അസമയത്ത് ഇങ്ങനെ ഒന്ന് കൊട്ടല്ലേ? ആ സമയത്ത് കാലു കാട്ടരുത്. അല്ലേ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യം. നിനക്ക് ആ മീൻ എങ്ങനെ കിട്ടിയടാ? മേടിച്ച് ഒരു കഷ്ണം മീൻ പോലും മേടിച്ചോണ്ടിരത്താനാ? അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മനസ്സിലും കിടക്കുകയാണ്. എന്തായാലും ഒരു കാര്യം, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്തു. നമ്മൾ ഇത്ര ആൾ അന്നം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനത് മീൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചോണം. അതാണ് കൊടകാളക്കാരുടെ ചോരയുടെ ഐക്യം. അച്ഛമ്മ മനസ്സിൽ വിചാരിച്ചപ്പോ അനിയച്ചാര് കൊണ്ടുവന്ന കണ്ടില്ലേ മീനേ? ഞാൻ ഓട്ടിച്ചോണ്ട് വന്നൊന്നുമല്ല. എന്റെ വർക്ക്ഷോപ്പിന് അപ്പുറത്തൊരു പൂക്കട ഇല്ലായിരുന്നു, മുരുക പൂക്കട. അമാര് പോയി. അതടച്ച് രാവിലെ ഇവൻ തിരികെത്തിച്ച് പൂവാഞ്ചി വാങ്ങിച്ചിട്ടിട്ട് കൂട്ടി. അവിടെ ഇപ്പൊ ഒരു പൂക്കട ഗ്രീസ് കറിക്കണ്, ഓയിൽ കറിക്കുന്നു. അവരുടെ ഡെയിലി പരാതിയായിരുന്നു. അവിടെ ഒരു ഫ്രഷ് അത് തന്നെ മീൻകട വന്നു. അവരുടെ മുറ്റു കമ്പനി അമ്മാര് വാടിയിലുള്ള ടീമാണ്. അങ്ങനെ അമ്മാറ ഓട്ടോയുടെ ഫ്രണ്ടിലെ ബുഷും മിന്നൊക്കെ പോയപ്പോ ഞാൻ ശരിയാക്കി കൊടുത്തു. ഓട്ടോയുടെ ബൈക്കിന്റെ തന്നെ സമയത്ത് ചെയ്തു കൊടുക്കണില്ല. അല്ല, പണി നല്ല പണിക്കാരനാവേ. അപ്പൊ അമ്മാരത്തെ ആ വൈകിട്ട് പറടാ എനിക്കൊരു മീൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേന് എടുത്തിഞ്ഞു വന്നു. നോക്കിയപ്പോ എന്റെ അത്ര ഒരു ചൂര. ശകലം കുറഞ്ഞ ചകരല്ല, കുറച്ചുകൂടി ഞാൻ കണ്ടതാണ്. തക്കുടിന് എത്രയുണ്ട്? ചക്കുടുണ്ട് ഒരു 2 വർഷം മുമ്പുള്ള അത്ര എന്ന് അല്ല അല്ല, ഇത്ര നല്ല ഞാൻ അമ്മാര് എടുത്തു തരുമ്പോ എന്റെ കണ്ണിങ്ങനെ ഇങ്ങനെ നടന്ന് പെട്ടത്. അത് അത്രയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഓ, ഏതായാലും നന്നായി. ഞാനിടം ഇന്ന് ഉച്ചയ്ക്ക് പാർട്ടിയുടെ പരിപാടിയായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ഞാൻ മറ്റേ സുധാരൻ്റെ കടയിൽ കയറി എന്തേലും കഴിക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വകയില്ല. പിന്നെ പുറത്ത് തട്ടി ഇറങ്ങി ഒരു ചായ ഒരു പപ്സും കഴിച്ചിട്ടിരിക്കുക. ഇവിടെ വന്നപ്പോൾ അവളെ ഓണക്ക ചാമ്പാറും ചോറും എടുത്ത് വെച്ചേക്കണം. എൻ്റെ പഴയ സമാചരണ ഉണ്ടല്ലോ, പ്ലേറ്റോട് കൂടിയാ പളയെ കിടന്നു. അല്ല, അത് എന്തറിയാമോ, ഇപ്പൊ ലില്ലിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ലില്ലി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയായിരുന്നു, ജോലിയെല്ലാം ഒതുക്കിയിട്ട്. അപ്പോൾ അവൾ കിടക്കാനായിട്ട് വന്നിങ്ങനെ പിള്ളേരെടുത്ത് ഞങ്ങളെല്ലാവരും ഓരോ കാര്യം പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവള് കയറുന്ന മീൻ കൊണ്ട് ശരിയാക്കാനെന്ന് പറഞ്ഞിട്ട്. ഇവളൊരു സമ്മതിക്കൂല. പിന്നെ ഞാൻ നോക്കി ഇപ്പോൾ ചെന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാമല്ലോ. ഞാനിന്ന് രാത്രി ഒന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ആലോചിക്കുന്നു ഇവിടുമാരെന്താണ് വൈകുന്നേരം ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ ഇറക്കൂല, ഇറച്ചി തൊടൂല. അതെന്ത് നിലപാടാണ്? അത് പിന്നെ ഈ പുറത്തൊക്കെ മീനും കാര്യങ്ങളും നാറ്റുമൊക്കെ വരില്ലേ, അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം? എല്ലാ ജോലിയും ഒതുക്കിയിട്ട് കിടക്കാൻ നേരത്ത് കുളിച്ചിട്ട് കിടക്കണം. നേർത്താഴ്ച വരും. നേർത്താഴ്ച? അതേ താഴ്ച? ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച. ഇതിനകത്ത് ഏത് വരും നേർത്താഴ്ച? പുതുതായിട്ട് അപ്ഗ്രേഡ്. എടാ, നേർത്താഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചകൾ കൂട്ടത്തിൽപ്പെട്ടതല്ല. നമ്മൾ ഈ സമയം തെറ്റി കുളിച്ചാലേ ഈ നീരിറങ്ങും, തലനീര്. അതിനാണ് നേർത്താഴ്ച എന്ന് പറയുന്നത്. അതിന് നീരെന്നൊക്കെ പറഞ്ഞപ്പോ ഈ ആഴ്ച താഴ്വാരം എന്നൊക്കെ വന്നിട്ട് വല്ല കാര്യമുണ്ട്. ഏച്ചി പോടാ, ഒന്ന് റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു.
ശരിക്കും പറഞ്ഞ ആള് കൂടുതലാട്ടാ. നിങ്ങളുടെ രണ്ടുപേരുടെ ആവശ്യമുള്ളൂ. നിന്നെ നീ ഞാനങ്ങ് എവിടെയായിരുന്നു? പൊക്കോട്ടെ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ മീൻ വെട്ടി കഴിഞ്ഞിട്ട് അവളൊരു പോക്ക് പോയതാ. അതുകൊണ്ട് ഇനി പേസ്റ്റ് ആക്കി കൊണ്ടുപോവാ. കഴുകണേടി മോനെ. കഴിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം മതിയാ? പച്ചമുളക് വേണ്ടല്ലോ? വേണ്ട വേണ്ട. പോരെ, ഇത്ര പോരെ? പോലെ ആവണ്ടേ? അമ്മായി തേങ്ങ പാലൊഴിഞ്ഞാ മതി അല്ലേ? അതെ, തേങ്ങ ചിരണ്ടി വെച്ചിരുന്ന ഞാനാ. ഓ അത് പോരാ, ഇനിയും തെച്ചരണ്ടണം. ഇനി എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. വറുക്കാനുള്ളത് വരട്ടിയല്ലോ അല്ലേ? ശരിക്കും പേസ്റ്റ് പോലെ ആവണ്ടേ? അമ്മാ എന്നാ ഇത് പിഴിഞ്ഞെടുത്താ മതി. ലില്ലിയേ, എടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയെങ്കിൽ താ. കൊണ്ടുവരിക. ഞാൻ തണ്ടക്കിടും. അമ്മായി ഉള്ളി ഒന്നും ഇടൂലേ? ഉള്ളി അത് കൊള്ളാം. നമുക്ക് ഇനി അങ്ങനെ വെച്ച് നോക്കാം. അല്ല, കഴിച്ചു നോക്കിട്ട് കൊള്ളാങ്കില്. സൂപ്പറാ സൂപ്പറാ, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉള്ളി ഒന്നും എടുക്കില്ല. മുളക് പൊടി ഇട്ടോ, കളറുണ്ടാവൂല. ഒഴിക്കല്ലേ? മൂത്തിട്ടില്ല. നോക്കട്ടെ. ഇതിപ്പോ 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടിയല്ലേ? ഒറ്റപ്പാല്. ഉപ്പിട്ടായിരുന്നു? ഇല്ല. ഒരു ഉണക്കമീൻ്റെ മണം വരണില്ലേ? എടാ നീ മേടിച്ചത് കെട്ട മീനാണെടാ. ഇല്ലേ തന്നെ സംഗതി മീന്. ഇത് സ്ഥിരം വേണം. താഴെ സുരിച്ചേച്ചി തമ്മിയുണ്ട് ഉണക്കമീൻ വറുത്ത് കൊടുക്കുന്നത്. ആണോ? പിന്നെ 2 മച്ചന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. രുചിയോടെ മീൻകറി കഴിക്കാനിരിക്കുന്ന കൊള്ളാം. അവർക്ക് പണി കൊടുത്തോണ്ട് അവർ തിരിച്ചു പണി തരും. നല്ല എരിയായിരിക്കും. രാവിലെ കക്കൂസി പോരുന്ന ഞാനൊരു 2-3 കഷ്ണം വറക്കാൻ പറഞ്ഞോട്ടെ, ഞാൻ അതേ കഴിക്കണുള്ളൂ. അത് അടുപ്പി വെച്ച് ചുട്ടല്ലോ വരുന്നത്. അതും കുരുമുളകൊക്കെ അരച്ചിട്ടായിരിക്കും അവരുണ്ടാക്കുന്നത്. നീ മച്ചമ്പിയാരെന്ന് പറഞ്ഞാൽ നീ കഴിക്കുന്നില്ലേ? എനിക്ക് ഈ ഏരിയൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അവിടെ പിന്നെ എന്തും പോവല്ലേ? ഈ മിഷൻ എന്തും എടുത്തോളൂ. അയ്യോ സത്യം പറഞ്ഞ മീനും ഞാൻ അന്ന് നിനക്ക് ഓർമ്മ മുളവന രതീഷ് എനിക്കൊരു വലിയൊരു മീൻ തന്നു. ഓർമ്മണ്ടല്ലേ അത്? എടേ ഞാൻ പണ്ട് മീനും കൊണ്ടുവന്നു. വന്നപ്പാണ് എൻ്റെ അളിയൻ ഒടുക്കത്ത് നിരാകാരം കിടക്കാൻ അവിടെ ഇവിടെ പാർട്ടി ഓഫീസിലെ ഫ്രണ്ടില്. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പബ്ലിക്കായിട്ട് കേട്ടാ, നാളെ നോട്ടീസ് അടിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ സാധനം കൊണ്ട് കൊടുത്ത് എവളുമാരുടെ കൂടെ അത് വെച്ചപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പം മീനെന്ന് കേട്ടപ്പോൾ കളയും പകുതി ആടി. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. സഹായനാസൊക്കെ പോയി ബാറ്റ് പൊക്കിയായിരുന്നു. അതൊരു ബോട്ടിൽ കിട്ടി. അത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴേ നിരാകാരം നടരാജനായി. അത് എന്താ അറിയാമോ, അത് നമ്മളെ ഈ കോട്ടയ്ക്കകത്ത് മറ്റേ ബ്രഹ്മനുണ്ട്, അവന്റെ വാറ്റാണ്. അതാണ് ഇവന്മാര് പിടിച്ചത്. സൂപ്പർ സാധനം. മാറ്റെന്ന് പറഞ്ഞാടല്ലേ ഈ കയ്യിൽ വെച്ചാൽ കത്തിപ്പോ കൈ. പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് പോണ വഴിയിൽ മറ്റേ പിന്നെ കുറ്റിച്ചല് മറ്റേ ശാന്തേച്ചിയുടെ കടയിൽ നിന്ന് കപ്പയും വാങ്ങിച്ചു. കുറച്ച് കപ്പയും വാങ്ങിച്ച് അവിടെ നിന്ന് കപ്പയും മീനും അത് സ്വയംഭം തന്നെ കേട്ടോ. എല്ലാത്തിലും സാധനം അടിപൊളി. നിങ്ങൾ ഈ വാറ്റുകാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കൂട്ടത്തിലല്ലേ? അപ്പൊ നിങ്ങള് അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ യവനോട് ഇതൊന്നും വിളമ്പരുത്. എന്തോ ഒരു അബദ്ധം പറ്റി. നല്ലൊരു വണ്ടത്തരം പറ്റി. എന്ത്? അവര് കറി വെക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ഷെയർ ഇട്ടായിരുന്നു. ഞാൻ പോയി അല്ല ഇപ്പൊ അമ്മച്ചിക്ക് വയ്യ. അവൻ ചൂരക്കറിയും ചൂര വറുത്തതും ചോറും ഐസ് ഇട്ട വെള്ളം അങ്ങോട്ട്. ശരി എന്നായിരുന്നു കേട്ടാ. പക്ഷെ നീ ചൂര വാങ്ങിച്ചോണ്ടെന്ന് ഒരു വാക്കെൻ്റെ അടുത്ത് പറയണ്ടേ? ഞാൻ ആരെങ്കിലുമൊക്കെ വിളിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ, നമ്മളെ മിലിറ്ററി രാധാകൃഷ്ണനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാനെ. അവിടെ പഴയ വല്ലതും ഉണ്ടാടേ ബാക്കി സ്റ്റേഷന്റെ ഗോഡൗണിലും വല്ലതും?
താങ്ക്സ് കേട്ടാ എൻ്റെ അമ്മോ. താങ്ക്സ് കേട്ടാ. അയ്യോ ആ ഭയങ്കര വയറ്റ് പാകം തന്നെ കേട്ടാ. ഭാഗ്യം നിങ്ങൾക്കല്ലേ? അല്ല എവിടെ ഇവിടുത്തെ വനിതകൾ എവിടെ? അവരെല്ലാം താഴെ വേറൊരു തിരക്കിട്ട പണിയില്ല, പണിപ്പുര. ഓ ഭാഗ്യം. ഇപ്പൊ തൽക്കാലം അവരെ വിളിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി. കമോൺ. നിങ്ങൾ കുടങ്ങാവളക്കാർ മാത്രമല്ല, അനന്തരവും മനസ്സിലാച്ച അമ്മാവൻ സാധനം കൊണ്ടുവന്നിരിക്കും. ആ ആവാം ആവാം, ഈ അമ്മച്ചി ഇപ്പം ആവാം. ഈ എണ്ണ ഒഴിക്കാറായോ? ചട്ടി ചൂടായോ? മറ്റേ മീൻകറിക്കുള്ള ചട്ടിയിൽ മസാല പിടിക്കട്ടെ ഇതിനകത്ത്, അപ്പോഴത്തേക്ക് നമുക്ക് കറിയാക്കാം. ദൈവമേ, അവർക്ക് എല്ലാം നോക്കിയിരിക്കുമായിരിക്കും. അമ്മായി കറിവേപ്പിലിട്ടുണ്ടായിരുന്നു ഇതിന്റെ പുറത്ത്. മീൻ തിളച്ചാ? തിളച്ച് വരുന്ന മോളെ കൊണ്ടുവന്നോ. ഒന്ന് കലക്കാതെ ഒന്ന് ഇങ്ങനെയൊക്കെ. ഇനി ഒന്ന് തിളച്ചിട്ടേ, തിളച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കെടുത്ത് വാ ഇന്നാ കറി. ഞാൻ അത്താഴം വേണ്ട വെച്ചിരിക്കുകയാണ്. ഉഗ്രൻ കുഴിമന്തി അമ്മാവൻ മേടിച്ചുകൊണ്ടെന്നാ, സൂപ്പർ. കുറച്ച് ആളുകളുടെ അമ്മ കുഴിമന്തി മേടിച്ചാൽ പറഞ്ഞ് പറ്റിച്ചു. പക്ഷെ ഇന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഇത് കാര്യം എഴുതേണ്ട ഈ മീനും സാധനങ്ങളൊക്കെ ഫ്രിഡ്ജ് കയറ്റിക്കോ. നാളെ എടുക്കാം. നാളെ മറ്റന്നാളൊക്കെ എടുക്കാം. ചിക്കനും മീനും എല്ലാം പറ്റും. മകളെ ആ കല്ലൊക്കെ എല്ലാം ഇങ്ങോട്ട് കടിച്ച് പറിച്ചെടുത്തേ. റൊണാൾഡോ ഓ ചോറ് എടുക്കാം, ഇത് കഴിയട്ടെ. ചിക്കനും മീനും എല്ലാം ഒരുമിച്ചെങ്ങനെ ഇരിക്കുന്നത്. Audience.